ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ലൊരു കുക്കിംഗ് വീഡിയോ ആണ്. അതായത് നമ്മുടെ വിറകടുപ്പിൽ വെച്ച് നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടിയുള്ള ഒരു അയിലക്കറി ഞാനിന്ന് വെക്കാൻ പോവാണ്. നല്ല ടേസ്റ്റോടുകൂടി വിറകടുപ്പിൽ വെക്കാൻ ഇച്ചിരി പാടാണെങ്കിലും ടേസ്റ്റ് വിറകടുപ്പിൽ തന്നെ വെക്കണം. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാണ്. അപ്പോൾ നമുക്കിന്ന് അതിന് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ വിറകടുപ്പിൽ കറി ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ചോറാണ്. ഉച്ചക്കത്തേക്കുള്ള ചോറും നമ്മൾ അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് നമുക്ക് ആദ്യം ഇവിടെ കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് അയില ഒരു 4-5 അയില ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിന് വേണമെന്ന് വെച്ചാൽ കുറച്ച് 10 കൊച്ചുള്ളി വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം. ഇത് ഇത്രയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊളിച്ചെടുത്ത് കഴുകി അരിഞ്ഞെടുക്കണേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് കുടംപുളി എടുത്ത്, നമ്മുടെ തോട്ടുപുളിയിൽ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, അത് കുറച്ച് വെള്ളത്തിലിട്ടേക്കാം. ഞാൻ ഇതിട്ടെന്ന് വെച്ചാൽ നല്ല പുളിയുണ്ട്, അതാ കുറച്ചിട്ടത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ആയുധം ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കയ്യോറ ഇടാൻ മറന്നുപോയി കേട്ടോ. സാധാരണ കയ്യോറ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഇന്ന് ഞാനങ്ങ് മറന്നുപോയി. പിന്നെ ഉള്ളിയെല്ലാം പൊളിച്ചു, വെളുത്തുള്ളിയും പൊളിച്ചു, പിന്നെ ഇഞ്ചിയും ചിരണ്ടി നല്ല വൃത്തിയായിട്ട് കഴുകി മാറ്റി വെക്കാം നമുക്ക് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഞാൻ കറികളെല്ലാം ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. ചിലപ്പോൾ തോന്നുന്ന സമയത്ത് മാത്രമല്ല അടുപ്പിൽ കൊണ്ടുപോകുന്നത്. ചോറൊക്കെ നമ്മൾ അടുപ്പിൽ തന്നെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് അടുപ്പിൽ തന്നെ നമുക്ക് മീൻ കറി വെച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളിതെല്ലാം ഞാൻ നല്ല വൃത്തിയായിട്ട് പൊളിച്ച് നല്ല കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേണ്ട ഈ ഒരു പരുവത്തിൽ ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പം നമ്മളിവിടെ മീൻ വെട്ടുന്നതെന്ന് വെച്ചാൽ സാധാരണ അയില വെട്ടുമ്പോൾ നമ്മൾ ചിലവർ തലയെടുക്കും, ചിലർ തലയെടുക്കില്ല കേട്ടോ. ചിലർ തല കളയും. കാരണം ഈ തലയുടെ ആ ഒരു ചെകിളയ്ക്കകത്ത് ഒരു സൈസ് പുഴുണ്ട്. നമ്മുടെ മീനിൻ്റെ ചെകിള തിന്നാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ചെറിയ പുഴു ഒട്ടിയിരിപ്പുണ്ട്. ചിലർ അത് നമ്മൾ അയില വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മളത് നോക്കിയെടുക്കാവുള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ നല്ലതുപോലെ നോക്കിയെടുത്ത് ഇവിടെ പുഴുവൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ അയില വെട്ടുന്നത് ചില സമയത്ത് ഇങ്ങനെയാണ്. നമ്മൾ ആ കണ്ണിൻ്റെ ആ ഭാഗത്തോട് ചേർത്ത് വെട്ടിയിട്ട് നമ്മളത് രണ്ടും ഓപ്പൺ ചെയ്ത് അതിൻ്റെ അഴുക്ക് അത്രയും നമ്മൾ എടുക്കും. നല്ലതുപോലെ അഴുക്ക് ഫുള്ള് കിട്ടും കേട്ടോ. പിന്നെ നമുക്കൊരു വിരലിട്ട് വേണമെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കൂടെ അഴുക്കുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് എടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇവിടെ മീൻ വെട്ടുന്നത് കേട്ടോ. ചില സമയത്ത് നമ്മൾ ചെകിളയോടുകൂടി ഫുള്ള് പറിച്ച് കളഞ്ഞിട്ട് തല മാത്രം എടുക്കും, ചിലപ്പോൾ അത് എടുക്കാറുമില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് മീൻ വെട്ടുന്നത് ഇവിടെ അയില കിട്ടുമ്പോഴേ. അപ്പോൾ 2 സൈഡ് നല്ലതുപോലെ അതിൻ്റെ മുള്ളെല്ലാം എടുത്ത് കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി ഇതുപോലെ ചുരണ്ടി വാലിൻ്റെ സൈഡ് ചെറിയ മുള്ള് നിൽപ്പുണ്ട്, അതെല്ലാം നമ്മൾ കളഞ്ഞിട്ട് വെട്ടി നമ്മൾ ഈ ഒരു പരുവത്തിലാണ് മീൻ എടുക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി ഉപ്പൊക്കെ ഇട്ട്, കല്ലുപ്പോ നമ്മുടെ പരലുപ്പോ പൊടിയുപ്പോ ഏതാണെന്ന് വെച്ചാൽ ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി നമ്മൾക്ക് വേണ്ടുന്ന ആ ഒരു പരുവത്തിനനുസരിച്ചിട്ട് ഞുറുക്കി എടുക്കണം. ഇത് ഞാൻ ഈ ഒരു പരുവത്തിനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തല എടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതാണ് ഇങ്ങനെ ഞാൻ മീൻ വെട്ടിയെടുക്കുന്നത്. ഇത് ഇത്രയും നമ്മൾ കഴുകി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വിറകടുപ്പ് കത്തിക്കാവേ. ഞാൻ പോയി അടുപ്പ് നല്ലതുപോലെ കത്തിച്ച് തൊട്ടപ്പുറത്ത് നമ്മുടെ അരിയും ചോറും തിളയ്ക്കുന്നുണ്ട്. ചോറും നമ്മൾ അടുപ്പിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചട്ടി അങ്ങോട്ട് വെച്ചെടുക്കാം. നമ്മുടെ ആ ഒരു ചൂട് കൊണ്ടൊന്ന് വെള്ളമൊന്ന് വറ്റിട്ടാണ് ഇവിടെ ചോറ് തിളയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ആദ്യം നമ്മുടെ ഈ ചട്ടി ഒന്ന് വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തോട്ട് കടുക് പൊട്ടിക്കാവേ. ഞാനിവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലൈറ്റ് ഇടാൻ മറന്നുപോയി പക്ഷേ പിന്നീടാണ് ഓർത്തത് ലൈറ്റ് ഇടണമെന്ന്. പക്ഷേ പിന്നെ കുറേ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടു കേട്ടോ. നമ്മൾ അടുപ്പിൽ കറി വെക്കുന്നതിന് മുമ്പ് നമ്മൾ സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്താണ്ട് നിരത്തി പൊടി ഐറ്റംസും ഉള്ളിയും മീനും എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ എണ്ണ ചൂടായപ്പോൾ ഞാൻ കടുക് കുറച്ചിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേനകത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി ഇതെല്ലാം കൂടെ നമ്മൾ ഇതിനകത്തോട്ടൊന്നിട്ട് നല്ല പോലൊന്ന് വഴട്ടിയെടുക്കണേ. ഈ വഴട്ടിയെടുക്കുന്ന ടൈമിൽ ഒരു 2 സെക്കൻഡ് നമ്മളൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ്, ഒരു ശകലം ഉപ്പ് കേട്ടോ. മൊത്തം മീനിൽ ഫുള്ള് പിടിക്കാനുള്ള ഉപ്പല്ല, അല്ലാതൊരു ശകലം ഉപ്പ്. ഇതൊന്ന് പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയുള്ള ഉപ്പ് മാത്രം ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം.
അതൊരു ഒന്ന് ചെറുതായിട്ടൊന്ന് വാടുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുക. പൊടി ഐറ്റംസ് ഇടുമ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് ബാക്കിലോട്ട് എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകും കേട്ടോ. എന്തായാലും നമ്മൾ ഭയങ്കര പാടാണ് വിറകടുപ്പ് ചെയ്യാനെന്ന് വിചാരിച്ചാലും നമ്മുടെ കറികൾക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് വിറകടുപ്പിൽ തന്നെ ചെയ്യുമ്പോഴാണ് കേട്ടോ. എനിക്ക് വിറകടുപ്പ് ചെയ്യുന്നതിന് എനിക്ക് പാടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഗ്യാസിൽ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഇന്ന് അവർ വീട്ടിലുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ സമയം എടുത്താലും സാരമില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം നമ്മുടെ തീ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ചോറും ഇവിടെ ഏകദേശം വേവാറായി. നമ്മളിതിനകത്തോട്ട് ഇനി നമുക്ക് പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഏതാണ്ട് ഞാൻ ഫ്രണ്ട് ക്യാമറ ഒന്ന് ഓൺ ചെയ്തതാണ്. ഞാനിവിടെ നിന്ന് പുകയടിച്ച് കറി വെക്കുവാണ്. അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. അപ്പം നമുക്കിതിനകത്തോട്ട് പൊടിയെല്ലാം ഇട്ട് കൊടുക്കുക. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. എല്ലാ പൊടി ഇടുമ്പോഴും അതിൻ്റെ ഒരു പച്ച ഒരു മണം മാറുന്നത് വരെ ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ല ഒരുമിച്ച് അങ്ങ് പൊടി ഇട്ട് കൊടുക്കണ്ട. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് മുളക് പൊടി ഇടാം. ഞാനിവിടെ മുളക് പൊടി ഒരു 2 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. തീ ഒന്ന് ഞാൻ നീക്കിയിട്ടുണ്ട് വിറക്, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നമുക്കൊരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ലൈറ്റ് ഇടാൻ മറന്നുപോയി കേട്ടോ. സത്യം പറഞ്ഞാൽ പിന്നെയാണ് ഞാൻ ഓർത്തത് ലൈറ്റ് ഇട്ടില്ലല്ലോ എന്ന്. ഇതിപ്പോൾ ഞാൻ ഇത് തിളച്ച് കഴിയുമ്പോൾ ലൈറ്റ് ഇടുവേ, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇതിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി ഇപ്പോൾ ലൈറ്റ് ഇട്ട് കണ്ട, ഇപ്പോൾ ഇത് ലൈറ്റ് ഇട്ട് ഇനിയിപ്പം നമുക്ക് കുടംപുളിയും ചേർത്ത് ഉപ്പും ചേർത്ത് ഒരു ശകല ഉലുവാപ്പൊടിയും കൂടെ വെച്ചിട്ട് അടച്ച് വെക്കാം. അതൊന്ന് തിളയ്ക്കണം. തിളയ്ക്കുന്ന സമയമാകുമ്പോഴത്തേനും എൻ്റെ ഇവിടെ തിളയ്ക്കുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് ഓരോ മീൻ കഷ്ണവും പെറുക്കി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും മീനിൻ്റെ ആ ചാറ് തിളച്ച് കഴിയുമ്പോഴും നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക അവളെ. അപ്പം നമുക്കത് ഉടഞ്ഞു പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളപ്പോൾ അതിനകത്തോട്ട് മീനെല്ലാം കൂടെ പെറുക്കി ഇട്ട് കൊടുത്ത് നമുക്ക് തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. നമ്മുടെ മീൻകറിയുടെ പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നല്ല ടേസ്റ്റോടു കൂടി കുടംപുളി ഇട്ട് നമ്മുടെ വിറകടുപ്പിൽ വെച്ച കറികൾക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആ ഒരു ടേസ്റ്റോടു കൂടിയാണ് ഇന്ന് ഞങ്ങളുടെ ലഞ്ച്. ഇവിടെ കറിയെല്ലാം റെഡി ആയിട്ട് നമുക്കൊന്ന് വറ്റിയാൽ മാത്രം മതി കേട്ടോ. വേണ്ട ഇപ്പം മുഴുവനായിട്ട് നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.